പശ്ചിമ ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിൽ അക്ബർ സീത സിംഹങ്ങളെ ഒന്നിച്ച് പാർപ്പിച്ചതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് ബംഗാൾ ഘടകം നൽകിയ ഹർജിയിൽ ചോദ്യങ്ങളുമായി കൽക്കട്ട ഹൈക്കോടതി. സിംഹത്തിന് സീത എന്ന പേര് നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. ഹിന്ദു വിശ്വാസപ്രകാരം മൃഗങ്ങളും ദൈവങ്ങളല്ലേ എന്നും കോടതി ചോദിച്ചു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ., സീത, അക്ബർ എന്നീ രണ്ട് സിംഹങ്ങളെ ഒന്നിച്ച് പാർപ്പിക്കുന്നതിൽ അതൃപ്തിയുണ്ട് എന്ന തരത്തിലേക്കാണ് നേരത്തെ വിവരം വന്നത്. VHP അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത്. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ VHP പറയുന്നത് എന്താണ്? ഈ പേരിൽ എതിർപ്പുണ്ട് എന്നതാണോ? അതാണോ പേരിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും ആണ് അനുജ. കോടതിയിൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിഭാഷകൻ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത് സീത, അക്ബർ എന്നീ പേരുകളിലുള്ള സിംഹങ്ങളെ ഒരുമിച്ച് പാർപ്പിക്കുന്നത് മതവികാരം വ്രണപ്പെടുന്നു എന്നുള്ളതാണ്. ബോധപൂർവമാണ് ഈ വിധത്തിൽ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ സർക്കാർ വനം വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഈ വിധത്തിലുള്ള നടപടി സ്വീകരിച്ചത്. മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, പ്രത്യേകിച്ച് ചില പേരുകൾക്ക് രാജ്യത്ത് ചില സ്റ്റാറ്റസുകൾ ഉണ്ട്. അതിൽ പെടുന്ന ഒരു പേരാണ് സീത എന്നുള്ളത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കമുള്ളവ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായി നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാമസങ്കല്പത്തിന് എതിരാകുന്ന വിധത്തിൽ സീത എന്ന വിഗ്രഹം അതിനെ ചോദ്യം ചെയ്യുക, ഇതാണ് ഇപ്പോഴത്തെ ഈ ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ലക്ഷ്യം എന്ന വാദമൊക്കെയാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷെ കോടതി അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. കോടതി അതിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ മൃഗങ്ങളും ഹിന്ദു വിശ്വാസങ്ങൾ അനുസരിച്ച് ദൈവങ്ങളല്ലേ എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. അങ്ങനെയാണെങ്കിൽ സീത മാത്രമല്ല, അക്ബറും ദൈവമായി വേണ്ടേ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പരിഗണിക്കാൻ? അങ്ങനെയുള്ള കാര്യത്തിൽ പിന്നീട് എന്താണ് ഇതിലൊരു വൈചിത്ര്യം ഉള്ളത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് കോടതി അറിയിക്കാനുണ്ട് എന്ന നിലപാടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. ശരി, റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്.